السلام عليكم ورحمة الله تعالى وبركاته. أهلا بكم وسهلا مرحبا لكم إلى قناتنا UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. ഹാഫിദ് ഇബ്രാഹിം റജഅതു ലിനഫ്സി ഫത്തഹംതു ഹസാതി വനാദൈതു ഖൗമി ഫഹ്തസബ്തു ഹയാതി തുടങ്ങി അറബി ഭാഷയുടെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടി കവിതകൾ എഴുതിയ കവിയാണ് ഹാഫിദ് ഇബ്രാഹിം. 1871 ദൈറൂത്ത്, ഈജിപ്തിലെ ദൈറൂത്ത് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 1932 അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം ജനിച്ചത് ഒരു കപ്പലിലായിരുന്നു. തൻ്റെ പിതാവ് ഈജിപ്ഷ്യനും ഉമ്മ അതല്ലെങ്കിൽ മാതാവ് തുർക്കിയയും ആയിരുന്നു. ഷാഇറുൻ നീൽ, ഷാഇറു ഷഅബ്, ഷാഇറുൽ മുജ്തമ, ഷാഇറുൻ നെയിൽ, നെയിൽ നദിയുടെ കവി, സമൂഹത്തിൻ്റെ കവി, ഷാഇറുൽ മുജ്തമ എന്നെല്ലാം അദ്ദേഹത്തിന് അപരനാമങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നുണ്ട്. ശേഷം തൻ്റെ അമ്മാവനോടൊപ്പം കൈറോയിൽ താമസിക്കുന്നു. പിന്നീട് അദ്ദേഹം ത്വൻതയിലേക്ക് പോകുന്നു. ത്വൻതയിലാണ് അദ്ദേഹത്തിന് കവിതകളുമായി കൂടുതൽ ബന്ധപ്പെടാൻ സാധിച്ചത്. 1888 കൈറോയിലെ അൽമദ്രസത്തുൽ ഹർബിയയിൽ നിന്ന് മിലിറ്ററി വിദ്യാഭ്യാസം നേടുകയും തുടർന്ന് മുഹമ്മദ് അബ്ദയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്നാണ് കവിതയും മറ്റു വിജ്ഞാനങ്ങളും കൂടുതലായി ഹാഫിദ് ഇബ്രാഹിം കരസ്ഥമാക്കുന്നത്. സമൂഹത്തോടുള്ള ഭദ്രതയും സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും മനസ്സിലാക്കി ഷാഇറുൽ വതൻ എന്ന രീതിയിൽ അദ്ദേഹം കവിത രചിക്കുവാൻ തുടങ്ങി. ഉയ്യിന റഈസ ദാരിൽ കുത്തുബിൽ മിസ്രിയ, ആ സമയത്താണ് ദാറുൽ കുത്തുബിൽ മിസ്രിയയുടെ റഈസായി അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഷാഇറുൽ മുജ്തമ, സമൂഹത്തിൻ്റെ കവിയായി അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. തൻ്റെ അമ്മാവനോടൊപ്പം താമസിച്ച സമയത്ത് അമ്മാവന് തനിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നത് കണ്ട് സഖുലതു അലൈക മഊനതി ഇന്നി അറാഹ വാഹിയ ഫഫ്റഹ് ഫഇന്നി ദാഹിബുൻ മുതവജ്ജിഹുൻ ഫീ ദാഹിയ എന്ന കവിതയും എഴുതി അദ്ദേഹം അവിടെ നിന്ന് പോയത് ചരിത്രത്തിലുണ്ട്. മുഹമ്മദ് അബ്ദ, സഅദ് സഅലൂൽ, ഖാസിം അമീൻ തുടങ്ങിയ സാഹിത്യകാരന്മാരോടൊപ്പമുള്ള സഹവാസമായിരുന്നു അദ്ദേഹത്തെ കാവ്യലോകത്തേക്കും സാഹിത്യലോകത്തേക്കും നയിച്ചത്. 1906 അദ്ദേഹം വിവാഹിതനാവുന്നുണ്ടെങ്കിലും 4 മാസങ്ങൾക്ക് ശേഷം ആ വൈവാഹിക ബന്ധം ഇല്ലാതെയാവുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ദീവാനു ഹാഫിദ് ഇബ്രാഹിം, അദ്ദേഹം തന്നെ സ്വയം ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ച ദീവാനാണ്. 3 വോള്യങ്ങളിലാണ് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. രണ്ടാമതായി ലയാലി സതീഹ്, അത് ഒരു നസറാണ്, ഗദ്യരൂപത്തിലുള്ള ഗ്രന്ഥമാണ്. നഖദിയത്തുൻ ഇജ്തിമാഇയ്യത്തുൻ സിയാസിയ ഫി മിസ്ർ, മിസ്റിൽ ഈജിപ്തിൽ കണ്ട പൊളിറ്റിക്സ്, സാമൂഹികപരമായ രാഷ്ട്രീയപരമായ നിരൂപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലയാലി സതീഹ് എന്ന ഗ്രന്ഥം. അൽ ബുഅ്സ തർജുമത്തു വിക്ടർ ഹുഗോ, വിക്ടർ ഹുഗോയുടെ പാവങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയാണ് അൽ ബുഅ്സ. അൽ മൂജസ് ഫിൽ ഇഖ്തിസാദിൽ സിയാസി, അദ്ദേഹവും ഖലീൽ മിത്രാനും ചേർന്ന് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ഒരു ഗ്രന്ഥമാണ് അൽ മൂജസ് ഫിൽ ഇഖ്തിസാദി സിയാസി.